ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ അന്ന. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗോവയിലെ ഡേ 3 ആണ്. ഇപ്പൊ രാവിലെ തന്നെ എല്ലാവരും പൂളിലോട്ടാണ് ആദ്യം ഇറങ്ങിയേക്കണത്. ഞങ്ങള് വന്നിട്ട് പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ബോളെന്ന് പറയും. അപ്പൊ ബോള് തട്ടി കളിച്ചോണ്ടിരിക്കണേണ്. എല്ലാവരും ഇറങ്ങി. ഹായ്, എല്ലാരും ഇറങ്ങിയിട്ടില്ല. ഞങ്ങള് വെള്ളത്തിൽ കിടന്ന് ഇൻട്രോ എടുക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഇന്നും കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മുടെ ഫൈനൽ ഡേ ആണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ട്രെയിൻ കയറും. രാത്രി വൈകുന്നേരം മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യണതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിനി ഇവിടെ നിന്ന് ഞങ്ങളൊന്ന് കളിച്ചിട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. റൂം വെക്കിട്ട് ഇറങ്ങുവാണ്. എല്ലാരും വന്നല്ല. ഹലോ വരുന്നത്. ഞങ്ങളെല്ലാരും ഇറങ്ങി. ഹലോ പോണ്ടേ? കണ്ട കൊച്ചിനൊക്കെ ബിസ്ക്കറ്റ് വേണം. അയ്യോ ബൈജങ്ങളെ നമുക്കിത് പോണോ ഇവിടുന്ന്? ഞാനും വന്നില്ല. അങ്ങനെ അടുത്ത ട്രിപ്പ് ഇവിടെ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തേർഡ് ഡേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ലേക്ക് ഗോവ റെസ്റ്റോറൻറ്റിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് ഫുൾ ബീച്ചും അതേപോലെ പർച്ചേസിംഗ് ഒക്കെയാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇനി ഫുൾ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. അല്ലേ ചേച്ചി? അല്ലേ ചേച്ചി? ഇത് ഇത്രയും പേര് നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ അവരൊക്കെ വേറെ വഴി, നമ്മളൊക്കെ വേറെ വഴി. എന്താണ് ചേച്ചി മാറി മാറി പോണ? ചേച്ചിനെ പിടിക്കുന്നു. ചേച്ചിനെ പിടിക്കും പറയും. എന്താണ് ഞാൻ മാറി നടന്നില്ല. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ വരും. നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നാണം. പോകാം. പ്രശസ്തമായ ഗോവയിലെ അഞ്ജന ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വർക്കൊക്കെ നടക്കുകയാണ്. നമുക്ക് മുന്നേ ഒരു അതിഥി കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയത്. ഒരാളുടെ കഴുത്തുളുക്കി. അതെ, സ്ഥിരമായിട്ട് ഉന്തിയിട്ടിരിക്കണായിരുന്നല്ലോ. അപ്പൊ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് ദിവസം ചാടിയപ്പോ ആദ്യം പപ്പതല്ലേ, അതെങ്കിൽ സാവി ആശലും കൂടി താഴത്തോട്ട് ഇറങ്ങി. ബാബ നമുക്ക് ഇറങ്ങിപ്പോ ഫോട്ടോ എടുക്കാം. ബാ, ഞാനും ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വല്ല ഫൈനോ വല്ലതോ വരുമോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോന്നല്ലേ ചേച്ചി? അറിയില്ല. അറിയില്ല. നമ്മൾ ഇതിന്റെ താഴത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് നിൽക്കണായിരുന്നു. ഫോട്ടോ എടുക്ക.
മാല 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 വാങ്ങിച്ചു 3 pieces. 100 രൂപ മാലയെ മലയെ കൂടി ജിജി എന്താണ്? ഓ, ഇത് കല്ലിന്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ ആകൃസാനങ്ങൾ. എന്റെ പൊന്നെ ഇതുണ്ടാ ഇത് ചപ്പോറ ഫോർട്ടിലോട്ടാണ് അല്ലേ? ചപ്പോറയാണോ ചപ്രയാണോ? ചപ്ര ഫോർട്ട്. ചപ്പോറ ചപ്പുറ നടക്കാം. ഇവിടെയും കുറെ കടകളും എല്ലാം ഉണ്ട്. ചെറിയ കയറ്റമാണ്. എല്ലാരും ഒക്കെ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ കഴിച്ച് കേറിട്ട് അയ്യോ ഇത്രയും ദിവസം പൂളിക്കിടന്ന് ഇറങ്ങാതിന്റെ നല്ല കാലിലും കഴിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പൊ ഇതുകൂടി ആയപ്പോ ത്രിപതിയായി. എങ്ങനെയുണ്ട് കേറിട്ട്? ഓടിക്കറ അവക്ക് കയറാം. അവളെല്ലും കൊല്ലാണ് നമ്മളൊക്കെ. ഞങ്ങൾക്ക് നല്ല സ്ഥലം പണി കിട്ടിയിരിക്കുകയാണ്. അത്ര മോളിക്കാണ് സ്റ്റെപ്പ് നടക്കണോടാ. ശരിയല്ല. അയ്യോ അമ്മേ ഇപ്പൊ തന്നെ കൊലഞ്ഞി. സ്റ്റെപ്പ് കയറി മോളിൽ പോണം. പോണം നമുക്ക്. നടന്നു പോ. അയ്യോ നടന്നു പോവാനായിട്ട് മഴയാണ് എന്നാ നല്ല ക്ലൈമറ്റ് ആണ് ഏതായാലും. അതെ നല്ല ചൂട്. ഞങ്ങള് പറയണായിരുന്നു കാറ്റും വെയിലും വേണ്ട മഴയും വേണ്ട, ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും പറഞ്ഞു. എന്നിട്ടില്ലേ എന്നിട്ട് എന്താണ് ചൂടും ഉണ്ടാവും പറഞ്ഞു. ഇതേപോലെ ഇപ്പൊ ചൂട് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ നല്ല ക്ലൈമറ്റാ. തട്ടിച്ചൊക്കെ ഇങ്ങനെ കേറാനാ, വെയിൽ വന്നാ കേറാൻ പറ്റില്ലല്ലോ. ഈ മല കയറി ഇറങ്ങിയാലാണ് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കേറി 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 മേളിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. എന്നാലും നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പാണ്. പെട്ടെന്ന് ഹൈറ്റ് ഇല്ല, വേഗം ഇങ്ങനെ കേറി കേറി സുഖത്തിൽ നമുക്ക് പോകാം. കേറാ. ആരാണ് ആര്? ആടാ ഞങ്ങൾ ഇവിടുന്ന് കേറി ഇനി അവിടെ എത്തണം. മിണ്ടല്ലേ അല്ല കേറാൻ താല്പര്യമില്ല, ഇവിടെ നിന്നോ. പറ്റണില്ലല്ലേ, പ്രായമായില്ലേ അതാ. അല്ല കൊച്ചു പിള്ളേരും പ്രായമുള്ള ആൾക്കാരൊക്കെ കേറണണ്ട. തനിക്കൊന്നും എന്താ പറ്റാത്തത് കണ്ട. ഇവിടെ കേറുമ്പോ ഞാൻ എങ്ങനെ
അപ്പൊ നമ്മളത് കേറി കുന്നിന്റെ മേളിലെത്തിയിട്ട് ഉള്ള വ്യൂ ആണ് ഈ കാണാൻ പോകുന്നത്. അത്ര ഹൈറ്റ് കയറി ഇവിടെ വരുന്നപ്പോ ഇത് ഇനി ഇത് കറങ്ങി അപ്പുറത്ത് ചെല്ലണം. അങ്ങനെ അന്ന നിറച്ചിവിടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താന്നാ പറഞ്ഞത് സിനിമ? ഉദയം കാണാൻ വേണ്ടി ഓടി കയറൂലേ. പിന്നെ മറ്റു വേറെ സിനിമയിൽ ഷാരൂഖ് ഖാൻ ഇരുന്ന പറയാ. ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ ചേട്ടൻ ഈ സാധനം തപ്പി നടക്കണത്. ഷാരൂഖ് ഖാൻ സിനിമയിൽ ഫുള്ളുണ്ട്. ആണോ? അവര് ഗോവ ട്രിപ്പിന് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ കാണിക്കും. ഓ അതിന്റെ അതും ഗോവ ട്രിപ്പ് ഉണ്ടല്ലേ? ഞാൻ ആ സിനിമ ഒന്നും കണ്ടിട്ടേ ഇല്ല. അയ്യോ ഒരുമാതിരി. എന്താ ഞാൻ അങ്ങനെ ഇറങ്ങും താഴത്തോട്ട്? താഴത്തോട്ട് അങ്ങനെ ഇറങ്ങണ? അപ്പ ഞാൻ ചോദിച്ചതാണോ എങ്ങനെ ഇറങ്ങണേ എങ്ങനെ ഇറങ്ങണേ? ആ വഴി ഒരു തരത്തിൽ ഇറങ്ങാൻ പറ്റില്ല. മല ഏറ്റൊരു മല കിടക്കല്ലേ, അതുപോലെ അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റില്ല. തിരിച്ചിറങ്ങാൻ അത് കാണണമെന്നില്ല. ഷാരൂഖ് എടുത്ത കല്ല് കാണിച്ചാൽ കൊണ്ടുപോകണ. ശരിക്കും പറഞ്ഞ അയ്യോ എന്താ പറയണ്ടേ, ഇന്ന് നമ്മൾ 2 പ്ലേസ് വന്നിട്ടുള്ളൂ. നമ്മൾ ഷോപ്പിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഷാരൂഖ് ഖാന്റെ പാറ കാണാൻ ചേച്ചി വീണിട്ട് പിന്നെ അനങ്ങാൻ പറ്റണില്ല, നീര് വെച്ച്. ഇവിടെ ഒരു ചേച്ചി വീണിട്ട് പെട്ടെന്ന് നീര് വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത അതിന്റെ മുകളിൽ വന്നിട്ടുള്ള അതിമനോഹരമായ ദൃശ്യമാണ് ഇപ്പൊ കാണുന്നത്. ഇതാണ് ഇതിന്റെ മേളിൽ വന്നിട്ടുള്ള. നമ്മൾ ഇവിടെയൊക്കെ കയറി വരുമ്പോഴേ ഇങ്ങനെ സൂക്ഷിച്ചു വന്നാലുണ്ടാവും. ഒരു ലേഡി ഇങ്ങനെ വീണിട്ട് അവരെ താഴ്ത്തിറക്കാൻ പറ്റാതെ എല്ലാരും വിഷമിക്കുക. ഒരു രീതിയിലും അവരുടെ കാലം അനക്കാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന് ചേച്ചി അതാ പറഞ്ഞ ഷൂ, ആ കൊച്ചു ഷൂ അല്ല ഇട്ടേക്കണ, ചെരുപ്പായിട്ടേക്കണ. ഷൂ ഇട്ട അത്രയും വരില്ല, അതിന്റെ കാല് തെന്നിയിട്ടുണ്ട്. വീണത് കണ്ടായിരുന്നു. അത് ഇറങ്ങാൻ പറ്റൂല, കാല് കുത്താൻ പറ്റില്ല. ഗൈസ് ഇതാരെ കിടക്കണേ നോക്ക്. എന്താ അപ്പൊ ഇങ്ങനെ കിടക്കണേ? ഉണക്കാരട്ട് എന്താണ്? 2 എന്ത് വേണമെന്ന് പറഞ്ഞ ഇത്ര നേരം ഞങ്ങള് തിരിച്ചിറങ്ങും നമ്മൾ. ആ വേറെ ഷോർട്ട് കട്ടൊക്കെ കൊണ്ട് വിജയങ്ങൾ എണീറ്റ് വാ 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 വാ. ചെറുപ്പക്കാർ പിള്ളേർ വരുമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടൊക്കെ പോകും. ബാ സമയമില്ല, താഴ്ത്തെത്തിക്കാൻ ഭയങ്കര പാടാ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഇതൊക്കെ.
തിരിച്ചിറങ്ങുക. അതെ, ബെല്ലയുടെ അനിയത്തിനെ ഇവിടെ കണ്ടുപിടിച്ചു സുഹൃത്തുക്കളെ. അവളെ കൊണ്ടുവന്നവിടെ സത്യം കോട്ടയല്ലേ, പഴയ കോട്ടയുടെ ബാക്കിയാണ് നിക്കണത്. അതും ഇപ്പൊ എവിടെങ്കിലും ഈ നനവിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിക്കണായിരിക്കും. ചിലപ്പോ ഇടിഞ്ഞു വീഴുമ്പോ ഏതായിട്ടാ സ്ഥലം? Chemical mix. Wooden or chemical mix? Hard chemical. Which wood? Which coconut wooden and It's inside packing. no sir. Coke also. ये लाइट वेट के लिए अंदर से कोक बना है. വൈറ്റ് ഉണ്ടാവും. പക്ഷേ വെയിറ്റ് ഉണ്ടാവും. ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്ന് പൈസ. നമ്മൾ നെക്സ്റ്റ് ആലത്തൂർ ബീച്ചിലോട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ ഇനി ഇങ്ങനെ നമ്മൾ ചുമന്നുകൊണ്ട് പോകും. കള്ളക്കടത്തിന് ആന എടുത്ത അവിടെ. ഇത് വണ്ടി വെച്ചിട്ട് പോട്ടെ. ഇപ്പൊ ഞങ്ങള് മേടിച്ചോറത്തിനാ. ഞങ്ങള് മേടിച്ചാണ് കിച്ചൻ കണ്ടോ അവിടെ. ഞങ്ങള് വന്നൊരു തെളിവിന് വേണ്ടിട്ടിരിക്കട്ടെ. നടന്നൊരു പരുവെത്തി അല്ലേ ചേച്ചി? എന്താ ഞാൻ പറഞ്ഞേ? ഓക്കെ നോ ദിലേപ്പേ, ഇത് ഇവിടെ നോക്കിയാലും ഇപ്പൊ ഇനി ഈ സാധനം മാത്രമേ കാണുള്ളൂ കേട്ടാ. ഞങ്ങളിത് ആ സാധനത്തിന് ഒരെണ്ണം മേടിച്ച്, പിന്നെന്താ മേടിച്ച? ആനേനെ ഒരെണ്ണം മേടിച്ച്, ബുദ്ധനെ മേടിച്ച. ആ ബുദ്ധൻ ചെറുതല്ലേ മേടിച്ച? ആ ബുദ്ധൻ മേടിച്ചു. പിന്നെ അതെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടി. ബിജോങ്ങളല്ലേ കൂട്ടത്തിലുള്ളത്. അപ്പ പറയണ പൈസക്ക് മേടിച്ചിട്ട് വരുമല്ലോ, ഉറപ്പല്ലേ? അതെ, വെറുതെ വേണമെങ്കിൽ കൊടുക്കും. ബിജോങ്ങൾ അമ്മാതിരി ഇതായിരിക്കും പേശണ. നോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആക്കില്ലേ? അവിടെ 50 ഭാഗ്യയിലൊക്കെ. ഓ മൈ ഗോഡ്, ഗോട്ട് ബീച്ച്. അതും ശരിയാ, അതാണ് പെട്ടെന്ന് എത്തിയതല്ലേ. ഇതാണ് നമ്മുടെ, ഇത് ഏതായിരുന്നു ബീച്ച്? അയ്യോ മറന്നുപോയി. അമ്മ ഇത് ഏതായിരുന്നു ബീച്ച്? പറ ഓർക്ക്, ഞാൻ മറന്നുപോയിട്ടേക്കണേ. പറ. അല്ല, ചപ്പോറ ഫോട്ടോ അപ്പുറത്ത്. നോക്കട്ടെ. എന്തായാലും നമ്മളെ പറഞ്ഞ ബീച്ചിന്റെ വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. അതെ, മറന്നുപോയി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വാഗത്തൂർ ബീച്ചിന്റെ പേര് കിട്ടി. വാഗത്തൂർ ബീച്ചിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നതാണ്. ഇത്രയും ദിവസം, 3ാമത്തെ ദിവസമായപ്പോൾ തന്നെ കാലും കൈയൊക്കെ നല്ല സുഖത്തിലാണ്, നല്ല വേദന. നമുക്ക് എന്തെങ്കിലും ഉണ്ടാമേ? അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കാലും കൈക്കൊക്കെ നല്ല വേദനയുണ്ട്. അപ്പം നമുക്ക് ഇനിയും എന്തെങ്കിലും വെള്ളം പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കല്ലങ്കോട്ട് ബീച്ചിലോട്ടാണ്. അയ്യോ, അപ്പം എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും കൂട്ടമായിട്ട് വേണം. ഈ തൊപ്പിയൊക്കെ വെച്ചൊരാള് സെറ്റാകുന്നു. അപ്പം എന്തായാലും നമുക്ക് നടക്കാം. ഇവിടെ എനിക്ക് കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ആശയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഞാൻ പിടിക്കും. ആശയെ വിടൂല. നമുക്ക് നടക്കാം ഏതായാലും. ജുമാൻ, ഇവിടെ എന്താ എന്തുകൊണ്ട് എന്തും മേടിക്കും നമ്മൾ. യാ, അതെ, നമ്മൾ തന്നെയാ പറഞ്ഞു ഒരുമിച്ച് നടക്കണം പറഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങനെ വേണം ഒരുമിച്ച് നടക്കാം എല്ലാരും. ഇതിങ്ങനെ 3 പേരായിട്ട് കയ്യപ്പെടുത്തണം.
എന്നെ തട്ടിക്കൊണ്ടുപോയാൽ അവർ നാളെ കൊണ്ടുവന്ന് തരും, കൊറിയർ അയച്ചു തരും. എടാ ചെറുക്കാം, എടാ എടാ അമ്മേ എന്താ കാല് പാല് ആദ്യം കൊണ്ടുപോകും. പോവാം, നമുക്കപ്പോ നടക്കാൻ. എന്തായാലും കടയൊക്കെ കാണട്ടെ. മെയിൻ ആയിട്ടുള്ള കടകളാണ് ഈ കുപ്പിക്കട, പിന്നെ ഈ ഡ്രസ്സും, പിന്നെ കൊറേ ബാഗും കൊറേ കശുവണ്ടിക്കടയും. വേറൊരു പപ്പയുടെ ഷർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച, അന്ന് കഴിഞ്ഞ വർഷം മേടിച്ച. അയ്യോ പൊളിച്ചിടുവാ ഇവിടേക്കാ. ഗീസ് നമ്മളങ്ങനെ നടന്ന് ബീച്ചിന്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കും. എന്താണ്? ആ, നടന്ന് നമ്മൾ ബീച്ചിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കരിമീൻ വറുത്തം മേടിച്ചു. ഞാനിപ്പോ തിരിച്ചു പോന്നു. കരിമീൻ ചെമ്മീൻ കേട്ടാ പോടും. ചോറിന്റെ കൂടെ ഒരു രസമില്ല. ഇത് കണ്ട ഡ്രസ് കണ്ട പുള്ളിട്ടേക്കണോ? ഓടന്ന് ബാഗ്. പക്ഷെ എന്റെ മോഡൽ ബാഗ് ഇവിടെ ഇല്ല. ഹൗ മച്ച് ഫോർ ദിസ്? അങ്ങനെ കേസ് നമ്മൾ വന്നിടത്ത് തന്നെ നിൽക്കുന്നതാണ്. ഓരോ കടയിൽ ഇങ്ങനെ കയറി ഭയങ്കര വെയിലാണ്. അപ്പൊ നമ്മള് ഇവിടത്തെ ബീച്ചിലെ ദൃശ്യമാണ് ഈ കണ്ടോണ്ടിരിക്കണത്. വെയിലാണെങ്കിലും ആൾക്കാർക്ക് ഒരു വിഷയമൊന്നുമല്ല. എല്ലാവരും വെള്ളത്തിലിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാലം നനച്ചും കുളിച്ചും ഒക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളുടെ എല്ലാ പർച്ചേസും അതന്നെ. അയ്യോ അതെവിടെ പോയി പോയാ? അതെ, ഫൈനലി നമ്മുടെ ഇവിടുന്ന് മേടിച്ചിട്ട് പക്ഷെ നമുക്ക് സമാധാനമാകണില്ല. അങ്ങനെ അത് പിന്നെയും തപ്പുന്നു. ആൻഡ് എൻ്റെ സാധനങ്ങൾ മൊത്തം കിട്ടി. എനിക്കുള്ള ആൾക്കാരൊക്കെ കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ എൻ്റെ അപരന്മാരെ കുറേ പേരെ ഇവിടെ കാണാം. കുറേ വെച്ചിട്ടുണ്ട് കൂട്ടുള്ള. ഞാൻ ഇന്നിട്ടേക്കുന്ന ടോപ്പ് ഞാനിന്നിപ്പോൾ 3 പേരിട്ട് കണ്ട്. രമേശിൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇനി അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ റേറ്റ് ചോദിച്ചിട്ട് ഭയങ്കര ഇതാണ്. അപ്പം ഞങ്ങൾ നേരെ പിന്നെ ഞാൻ ആദ്യം ചോദിച്ച സ്ഥലത്ത് പിന്നെയും വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് മേടിച്ചിട്ട് പോവാം. പിന്നെ അത്യാവശ്യം കത്തിയാണ് നല്ലോണം. ഒക്കെ 1 പീസിന് 500 ആണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ വെറൈറ്റി കളറുണ്ട്. മെയിൻ 50 രൂപ അവർ കുറച്ച് തരും. അവർ കൂട്ടി പറയും, ബാക്കി ഫൈനൽ നമുക്ക് കുറച്ചും തരും. എവിടെ നിൽപ്പുണ്ട് ആണോ ഗൈസ്? ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞോ? ഇത് നോക്കൂ ഗൈസ്. ഇതെല്ലാവരുടെ ഒരാളുടെ പോലും കവർ ഇല്ലാതില്ല. ഒരാള് BMW മേടിക്കാൻ വേണ്ടി നടക്കണാണ് അവിടെ. എന്നെങ്ങാനും മേടിക്കാം BMW. നമ്മുടെ വണ്ടിയില്ല, അവിടെയാ പാർക്ക് ചെയ്തേക്കണം. നമ്മള് അവിടെ നിന്ന് നടന്ന് ഇവിടെ എല്ലാ കടയുണ്ട്. എല്ലാ കടയിലും കേറി നമുക്ക് പിന്നെ പോവാം. വാമ്മ ഇങ്ങോട്ട് കയറാൻ. അങ്ങനെ ഗൈസ് നമ്മളുടെ അതെ ഞങ്ങൾ ഇവിടുന്ന് അവസാനമായിട്ട് വണ്ടി നോക്കണേ. അവസാനമായിട്ട് പോണേണ്. ഞങ്ങൾ മാത്രമേ ഇനി വണ്ടി കയറാനുള്ളൂ. ബാക്കി എല്ലാവരും കേറി. അവര് വരട്ടെ. അമ്മ നമുക്ക് കിടക്കാം. അപ്പൊ ഞങ്ങള് മാത്രം ഇനി കേറട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ വണ്ടി ചെല്ലുമ്പോ കേക്ക ആവശ്യത്തിൽ കൂടുതല്. ഇനി ഇവര് കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അതെ, എന്റെ അപ്പനിത് കാണുമ്പോ വായും പൊളിച്ചിരിക്കും. എവിടെയൊക്കെ പോയത് അപ്പ വണ്ടി, നമ്മളൊക്കെ എവിടെയൊക്കെ പോണ്. നമുക്ക് എന്തായാലും പോകാം. പേര് നമ്മൾ രണ്ടുപേരെന്തോ വേളാങ്കണ്ണി മാതാ. വേളാങ്കണ്ണി മാതയിലോട്ട് നമുക്ക് പോകാം. ഇല്ല, അവിടെ കിടക്കുന്ന അപ്പൊ ഞങ്ങൾ എന്തായാലും വണ്ടി കയറ്റത് ചവിട്ടില്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ നെക്സ്റ്റ് കൊഴുവ ബീച്ചിലോട്ട് വന്നിരിക്കും. ഞാൻ പറഞ്ഞതാ ഞാൻ ആക്കി പറഞ്ഞ ഞാൻ അവിടെ
കോൾവ ബീച്ചിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാനേ കൊഴുവാന്ന് ഞാൻ പറയുന്നത് ഞാൻ കളിയാക്കി പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. അപ്പൊ നമ്മൾ കോൾവ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണോ പറഞ്ഞ? ആര് പറഞ്ഞു? അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ബാ ബൈ ബൈ ബാ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് സവി ട്രിപ്പ്? സങ്കടം ഉണ്ടോ തീരണേന്? എനിക്കും പരീക്ഷയാണ് അടുത്ത ആഴ്ച. എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണ്. അങ്ങനെ ഗൈസ് എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കണേണ്. ഗൈസ് എല്ലാരും കൂടി ഒനിയൻ പക്കോട കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. സോസ് എല്ലാരും ചായ കുടിച്ചു. ഫൈനലി എന്താ ഇവിടെ ആര് ആരൊക്കെ ആ ചായ കുടിക്കാൻ വന്നാന്ന്. ഗ്ലെന് ഇഷ്ടായോ? ഞങ്ങൾ എല്ലാരും കൂടി ഈ ബീച്ചിലോട്ട് പോവുകയാണ്. ചായ ഒക്കെ കുടിച്ച് സാവി കമോൺ. അയ്യോ നമ്മുടെ ഇന്നലത്തെ വെള്ളപ്പട്ടി എന്തേ? വെള്ളപ്പട്ടി വണ്ടി ഇടിച്ച് കാണണ്ട. സാവി ചേച്ചി സാവിനെ കണ്ട? അതല്ല ഇതില്ല സാവി. ഞങ്ങൾ ബീച്ചിലോട്ട് പോട്ടെ. ചായ പോകാം. എന്താണ് ചേച്ചി ഇങ്ങനെ? അമ്മേ എന്താ ഇങ്ങനെ ഉറക്കം വരാൻ കാര്യം? ആ വണ്ടിയില് ഞാനും ആശലും ഒഴിച്ച് ബാക്കി എല്ലാവരും ബിജുങ്ങള് എന്റെ അപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പോത്തുപോലെ കിടന്നുറങ്ങണായിരുന്നു. സാവി ഉൾപ്പെടെ. ഞാനും ആശലും മാത്രം ഉറങ്ങിയില്ല. ഞാനും ആശലും കൂടി സംസാരിച്ചിരിക്കണായിരുന്നു അസലിന്റെ ലൈനിന്റെ കാര്യം. ഒരു വീഡിയോ കാണിച്ചിട്ട് കൊടുക്കട്ടെ. ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ട് കൊടുക്കട്ടെ ആന്റീന. അതെ കണ്ട തങ്കം പോലത്തെ പെണ്ണാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന്. തങ്കം അങ്ങനെ ഉണ്ടെങ്കിലും ഞാനത് പൊക്കി കണ്ടുപിടിക്കും. അതെ അതെന്താ കാര്യം? ഞാൻ പറയാ ക്യാമറ എന്നതോ ഇருக்கு. ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഷിപ്പ കടലാടാ പൊട്ടാത്. ഷിപ്പൊക്കെ എന്താ പറ. കടലിലേക്കുള്ള വെള്ളം ഇങ്ങനെ അറച്ചു വെച്ച് അങ്ങോട്ട് ഒഴുക്കി വിടുന്നു. അല്ലേടാ വേറെ ഇവിടെ നിന്നുള്ള വെള്ളം ആ പാലത്തിന്റെ അടിവഴി അതുണ്ട് ഒരു ചാല് പോലെ നല്ല ഫോഴ്സിൽ ഒഴുകി കടലിലേക്ക് പോകുന്നു. ഉണ്ടോ? സമയം കഴിഞ്ഞു പോയി. അസ്തമയമൊക്കെ കഴിഞ്ഞു. അങ്ങനെയുണ്ട് അല്ലേ? പക്ഷേ ഇരുട്ടായി പോയി. ആൾക്കാർ കുറച്ച് അങ്ങനെ പോകലേട്ടാ.
മാറിക്കോ മാറിക്കോ മാറിക്കോ. എന്നോട് ഞാനൊരു സിനിമ പേര് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങള് അവളെ അഭിനയിച്ച് കാണിക്കും പെണ്ണുങ്ങൾ പറയണം. നിങ്ങൾ തോറ്റ കളി തീരും. മൂന്ന് പേരുണ്ട്. മെയിൻ 3 വാക്കുണ്ട്. ഓക്കെ. പുതിയ സിനിമയാണ്. മൂന്നാമത്തെ വാക്ക പറയാൻ പോണ. സുന്ദരി. അല്ല ബാക്കിറങ്ങി മാറിക്കോ മാറിക്കോ. ഗ്ലാമർ. ഗ്ലാമർ സൗന്ദര്യം. ഒന്ന് പോയ അങ്ങനെയല്ല ഞാൻ ഭംഗി സൗന്ദര്യം സുന്ദരം സുന്ദരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത്ര പുതിയ സിനിമ. പുതിയ സിനിമ. പുതിയത് പഴയത്. പറഞ്ഞോ. ആക്ടർ ആരാന്നൂടി കാണിക്കുക അഭിനയിച്ച്. ഇന്ദ്രജിത്ത്. എന്താണ് ഫഹദ് ഫാസിലി. ഫഹദ് ഫാസിലി. നിവിൻ പോളി. പൃഥ്വിരാജ്. ആക്ടർ അറിയാവുന്ന പറ. പുതിയ നടൻ വേറെ ആരാ? പുതിയ സിനിമ. ARM. പുതിയ ഏതെങ്കിലും നടന്ന സിനിമ പറയാം. സിനിമ അക്ഷരം ആരാണെന്നൊന്നും കാണിക്കാൻ പറ്റണല്ലോ. ഇംഗ്ലീഷ് വേർഡാണ്. മലയാളം. മലയാളം മലയാളം. കിഷ്കിന്ധാകണ്ഠം. പറഞ്ഞോ അടുത്ത ആക്ഷൻ കാണിച്ചോ. അഭിനയിച്ച് കാണിക്ക് എന്താ സംഭവം എന്നുള്ള അതിന്റെ അകത്ത്. ആക്ടിങ് വരാനാണ് അതിന്റെ അകത്ത്. പറഞ്ഞോ. എടാ സുരേഷ് ഗോപിയുടെ സിനിമ പേരെങ്കിലും പറ. കുറച്ച് സുരേഷ് ഗോപിയുടെ കുറച്ച് സിനിമ പേര് പറ. അങ്ങനെയല്ല അവർക്ക് അറിയില്ലല്ലോ അതിനെ കുറിച്ച്. വേഗം വേഗം പേര് പറഞ്ഞു കുറച്ച്. എടിപ്പോ കൊറേ സിനിമയുടെ പേരങ്ങോട്ട് പറ. സുരേഷ് ഗോപിയുടെ പറയാൻ പാടില്ല. എന്തിനാണ് ഏട്ടാ. എടാ നിങ്ങള് സിനിമ പേര് പറ. നിങ്ങള് ആലോചിക്കാണ്ട്. 3 പേരുണ്ടെന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല. പറയട്ടെ നിങ്ങണ്ടല്ലേ. പച്ചമാങ്ങ. തെങ്ങ്. ഒന്നുകൂടി. മരം. തെങ്ങുള്ള തെങ്ങേലി. ഇല. മാങ്ങ.
എന്തോന്നടേ പറ കൊമ്പെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആ 2 പേരുണ്ട്. ഉണ്ടല്ലേ? എന്താണ് ആ നിർത്ത്. ആ കുരിശ് വരക്കണ്. അച്ഛൻ കന്യാസ്ത്രീ പ്രാഞ്ചേട്ടൻ പുണ്യാളൻ ദിലീപിന്റെ മമ്മൂട്ടിയുടെ ദിലീപാണോ? ദിലീപ് അത് ദിലീപാണെന്നേ കാണിക്കാം. ദിലീപാണോ? അല്ല, കൊറേ പേരുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് അതെല്ലാം കാണിച്ചത് കുളിക്കണോ? കാണിക്കണ എന്തിനാണ്? 7 ആഴ്ചകൾ അതെല്ലാം പറഞ്ഞ ഊതണത്. കാബൂളിയാള പി ഊതണം. അതെ ഞാൻ കുറച്ചു നേരത്തേക്ക് ഇല്ല. ആക്ട് ചെയ്ത് കാണിക്ക്. എന്താണ് സംഭവം നടക്കണേ എന്നുള്ളത്. ആ അല്ല, അതിലെന്താ നടക്കണേ എന്നുള്ളത് കാണിക്ക്. ആ സിനിമ എന്താണെന്നുള്ളത്. അങ്ങനെ ഗൈസ് നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകുവാണ് വണ്ടിയിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട്. എന്താണ് ഈ നിമിഷത്തിനെ കുറിച്ച് പറയാനുള്ളത്? ആ നിക്ക് എല്ലാവരുടെ പേരും ചോദിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഞങ്ങൾക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. യെസ്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? പിന്നെ അടിപൊളി. ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? ആന്റി അടിപൊളിയായിരുന്നു ട്രിപ്പ്. ജാസ്മിൻ ആന്റി നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരുടെയും മൈൻഡൊക്കെ അടിപൊളി. നീ വരുവാ നമ്മളുടെ കൂടെ ട്രിപ്പ്? മാക്സി ആന്റി എങ്ങനെയായിരുന്നു നമ്മുടെ ട്രിപ്പൊക്കെ? നീ വരുവാ ഞങ്ങളുടെ കൂടെ? നീ വരുവാ? പിന്നെ അടുത്ത ട്രിപ്പ് റെഡിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇതുപോലത്തെ ഒരു ട്രിപ്പ് വേറെ ഇല്ലായിരുന്നപ്പാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? എങ്ങനെ ഞങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഇനി ആരോടാ ചോദിക്കാനുള്ളേ? ക്രിസ്റ്റീന എവിടെ വാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? ഇഷ്ടപ്പെട്ടാ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി പോരുവാ? കണ്ട പിള്ളേരും എല്ലാരും ആക്റ്റീവാ. എങ്ങനെയായിരുന്നു ഇവിടെ രണ്ടുപേരും? ആണോ? ഇനി പോവാ നമ്മള്. കണ്ട എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? കൊള്ളായിരുന്നോ? സൂപ്പറാണ്. ഇനി വരുവാ എന്നെ ചെയ്ത് കൊടുത്തി. എന്താ ഗൈസ് എല്ലാവരും നല്ല ആക്റ്റീവ് മൈൻഡാണ്. എല്ലാരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ചോദിച്ചു. എല്ലാരും പറഞ്ഞു അടിപൊളി ട്രിപ്പായിരുന്നെന്ന്. ഒരാളോട് ചോദിച്ചില്ല. ഞാൻ പിന്നെ പറയണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻജോയ് ചെയ്യണത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ടീം വർക്കായിരിക്കാണ്. ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ എവിടെ പോകുന്നു? ഡൽഹിക്ക് പോകുന്നു. അതപ്പ പറയാം. കൊള്ളാമോ? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ചായ കുടിക്കാൻ വന്ന റെസ്റ്റോറന്റിൽ തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. എല്ലാവരും ഇങ്ങനെ കഴിച്ച് വന്നതേ ഉള്ളൂ. അങ്ങനെ ഇവരോട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാല്ലേ? വേഗം കഴിക്കാൻ കൊണ്ട് വേർക്കണ. എന്താണ് കഴിച്ച് വേർക്ക എന്താ? അതെ. ആ പാത്രം കാണിച്ചേ. പോയി കഴിയിട്ട് വാ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എല്ലാരും വണ്ടിയെ കയറി. ഫൈനലി കഴിച്ചിട്ട് ഞങ്ങൾ കേറാൻ വേണ്ടി പോകുന്നു. എന്താ ഭംഗി നോക്കിയാണോ? എല്ലാരും കേറട്ടെ. കാവൽക്കാരാ
ഓഹോ, അപ്പൊ ഞങ്ങൾ കയറട്ടെ, ന്യൂ സ്റ്റേഷനിലോട്ട് പോവാം. നമ്മളിപ്പോൾ സ്റ്റേഷന്റെ ഉള്ളിലെത്തി. എല്ലാവരും ബാഗൊക്കെ ഇട്ട് അകത്തിരിപ്പുണ്ട്. കയറിയപ്പോൾ എടുക്കാൻ പറ്റില്ല, കാര്യം എല്ലാവരുടെ കയ്യിൽ നിറച്ച ബാഗായിരുന്നു. അപ്പൊ എന്താണ് പോണേന് സങ്കടം ഉണ്ടോ സാവി? അയ്യോ 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 അയ്യോ, പോങ്ങോട്ട്. ബാക്ക് ടു കേരള. ഞങ്ങൾ ബാക്ക് ടു കേരളയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഗൈസ്, നമ്മുടെ ട്രെയിൻ വരുമ്പോൾ രാത്രി 11:30 അപ്പോൾ നമ്മൾ അത്രയും നേരം ഇവിടെ സ്റ്റേഷനിൽ പോസ്റ്റാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തടുത്ത് നമ്മളെല്ലാവരും ഇരിപ്പുണ്ട്, അതേപോലെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് സമയം കളയണം. എങ്ങനെ കളയും സമയം? സമയം എങ്ങനെ കളയും? കളയാം. ഞാൻ പറഞ്ഞില്ല, മറ്റേ ഇത് വിളിക്കാം. എന്ത്? നിങ്ങളങ്ങോട്ട് റീൽസ് ചെയ്യുന്നു. ട്രെയിനൊക്കെ ഒന്ന് പോണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ട്രെയിനിൽ കയറണം. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഇനി അടുത്തടുത്തിരിക്കേച്ചി എവിടാ? അവിടെ അവിടെ ആരും ഇല്ലല്ലോ. നോക്കാം. വേണ്ട വേണ്ട. അളിയാ ലിപ്സ്റ്റിക് ഇടാ. അങ്ങനെ രാവിലെ സമയം എത്ര മണിയായപ്പോ? 11:08. ഞങ്ങൾ എവിടെ എത്തി? ആലുവ എത്താൻ പോണല്ലേ? ഞങ്ങൾ ആലുവ എത്തിയിട്ടില്ല, എത്താൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ എന്തായാലും നമ്മക്ക് ഇനിയും എറണാകുളം എത്തിയിട്ട് കാണാം. എല്ലാവരും പല പല അടുത്താണ്. ഞങ്ങൾ എല്ലാവരും ഭാഗ്യം കൊണ്ട് ഒരിടത്താണ്. ബിജുങ്ങൾ അപ്പുറത്ത് ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എറണാകുളം എത്തിയിട്ട് കാണാം. ഞങ്ങൾ എറണാകുളം എത്തിയിരിക്കുകയാണ്. അതെന്റെ ഒരെണ്ണം. അപ്പൊ ഇനി ഞങ്ങൾ എന്തായാലും കാറിലൊക്കെ കയറിട്ട് എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരൊക്കെ എന്താ നമ്മുടെ ബാഗായിട്ട് നമ്മൾ 2 ഫാമിലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കിയവരൊക്കെ കാണാൻ പോലും ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്കനെ വരാൻ വെയിറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ അങ്ക നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടെ അല്ലേ അമ്മ? ആശമ്മേനെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇറക്കണം. ആശമ്മക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇറക്കും. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഈ ഗോവയിലെ എപ്പിസോഡ്സ് മൊത്തം തീർന്നിരിക്കുകയാണ്. എല്ലാ വീഡിയോയും കഴിഞ്ഞു. നമ്മൾ ഗോവയിൽ പോയിട്ടൊക്കെ വന്നു. അപ്പോൾ ഒരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരുടെയും റിവ്യൂ നിങ്ങൾ കേട്ടതല്ലേ? ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പും കൂടിയിട്ടായിരുന്നു. അതേപോലെ നമുക്ക് ഓർമ്മകളായിട്ട് ഇനി ഈ വീഡിയോ ഇനി എന്നും ഉണ്ടാകും. പിന്നെന്താണ്, നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഒരേ പൊളിയായിരുന്നു. എല്ലാവരും വൈബായിരുന്നു. ഒരാൾ പോലും മാറി ഒന്നിനും നിന്നിട്ടില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഈ ടീമായിട്ട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു ട്രിപ്പ് പോണതായിരിക്കും. ഉടനെ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ടീം ഞങ്ങൾ വിടത്തില്ല. ഈ ടീമായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോണതായിരിക്കും. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലായിടത്തും വന്നു എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ട്രിപ്പ് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഉണ്ട്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങളും വരുന്നതായിരിക്കും. അതേപോലെ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ തന്നെയാണ് അടുത്തത്. നമുക്ക് കറൻ്റ്ലി ഒരു ട്രിപ്പ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.